Hello my dear students, good morning and welcome back to Professional Business Skills. ഇന്ന് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ സെഷൻ 20ലേക്കാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കണ്ടന്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഫേസസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ ഓൾറെഡി നമ്മൾ 4 ഫേസുകൾ കംപ്ലീറ്റ് ചെയ്തു. ദാറ്റ് ഈസ് അനാലിസിസ് ഫേസ്, ഡിസൈൻ ഫേസ്, ഡെവലപ്മെൻറ്റ് ഫേസ് ആൻഡ് ടെസ്റ്റിംഗ് ഫേസ്. ഇനി അതിൻ്റെ ലാസ്റ്റ് രണ്ട് ഫേസുകളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ദാറ്റ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് ആൻഡ് ഇവാലുവേഷൻ ഫേസ്. ടെസ്റ്റിംഗ് ഫേസിൽ നമ്മളുടെ ഈ കണ്ടന്റ് റെഡിയാക്കി നമ്മൾ കുറച്ച് പേരിൽ ടെസ്റ്റ് ചെയ്തെടുക്കുവാണ്. എടുത്തിട്ട് അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ ആ എഡിറ്റിംഗ് നമ്മളതിൽ ചെയ്തു. ഓക്കെ, അങ്ങനെ നമ്മൾ ഫോം ചെയ്ത് നമ്മുടെ ഈ കണ്ടന്റ് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നമുക്ക് വെബിൽ അവൈലബിൾ ആക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മളുടെ വെബിൽ നമ്മളത് അവൈലബിൾ ആക്കുവാണ്. അതാണ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്. അപ്പോൾ ഇങ്ങനെ ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് കഴിയുമ്പോൾ ഈ ഫേസിൽ നമ്മൾ ഈ കണ്ടന്റ് യൂസ് ചെയ്യുന്നവർക്ക് അവരത് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതിനുള്ള കാര്യങ്ങൾ, അതിൻ്റെ ക്വാളിറ്റി മെയിൻ്റനൻസ്, അതിൻ്റെ അക്യുറസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ചെക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇംപ്ലിമെൻറ്റേഷൻ ഫേസിലാണ് നമ്മളുടെ ആ ടാർഗറ്റ് ഓഡിയൻസിന് ഈ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് മാത്രമല്ല, അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിൻ്റെ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെ ഫേസ് ചെയ്ത് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അതാണ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്. ഇനി ലാസ്റ്റ് വരുന്നതാണ് ഇവാലുവേഷൻ ഫേസ്. അതായത് വൺസ് നമ്മുടെ ഈ കണ്ടന്റ് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഒരുവിധം എല്ലാം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് നമ്മുടെ ഈ കണ്ടന്റിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എടുക്കുക. അത് എത്രമാത്രം ഇഫക്റ്റീവായി നമ്മുടെ ഈ കണ്ടന്റ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒബ്ജക്റ്റീവ്, അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു ഇവാലുവേഷൻ ഫേസിൽ ഫീഡ്ബാക്കിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫീഡ്ബാക്കൊക്കെ എടുത്ത ശേഷം കുറച്ചൊന്ന് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ വീണ്ടും നമ്മളുടെ ആ ഒരു ഈ കണ്ടന്റിനെ ഒന്നുകൂടി റീഡിസൈൻ ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ റീഡിസൈൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമ്മളുടെ ആ ഒരു ഈ കണ്ടന്റ് വീണ്ടും നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം ശരിക്കും നമ്മളുടെ ഈ കണ്ടന്റിനെ കുറച്ചുകൂടി വാല്യുബിൾ ആക്കുന്നതും കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കുന്നതൊക്കെ ഈ പറയുന്ന ഇവാലുവേഷൻ ഫേസ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഈ കണ്ടന്റ് ഡെവലപ്മെന്റിന്റെ 6 ഫേസുകൾ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ കണ്ടന്റിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെയാണ്. അതിൽ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്കിങ് ആണ്. അതായത് നമ്മളുടെ ഈ കണ്ടന്റിൽ നമുക്ക് ഏത് പേജിൽ വേണമെങ്കിലും, അത് പേജിന്റെ ഉള്ളിലോ പുറത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള പല പേജസുമായിട്ടുള്ള ലിങ്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഹൈപ്പർ ലിങ്കിങ്. അപ്പോൾ ഈ കണ്ടന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഹൈപ്പർ ലിങ്കിങ്. ഓക്കെ, ഓക്കെ, നമ്മളുടെ ഈ കണ്ടന്റിന്റെ സെക്കൻഡ് അഡ്വാൻറ്റേജ്, ഹൈപ്പർ ലിങ്കിങ് ആദ്യ അഡ്വാൻറ്റേജ് പറഞ്ഞു. സെക്കൻഡ് അഡ്വാൻറ്റേജ് ദാറ്റ് ഈസ് നോൺ ലീനിയറിറ്റി. എന്താണ് നോൺ ലീനിയറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു പർട്ടിക്കുലർ ഓർഡർ ഒന്നും നമുക്ക് ഈ കണ്ടന്റ് ഉണ്ടാവില്ല. ലൈക്ക് ഇപ്പോൾ ഒരു ഈ കണ്ടന്റിൽ നമ്മൾ ഇമേജ്, അനിമേഷൻ, വിഷ്വൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ യൂസറിന് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ ആക്സസിങ് ഓർഡർ ഒന്നും ഇല്ലാതെ നോൺ ലീനിയറിറ്റിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതാണ് നോൺ ലീനിയറിറ്റി. പിന്നെ വരുന്നതാണ് യൂസ് ഓഫ് മൾട്ടിമീഡിയ. നമുക്ക് ഒരുപാട് സൗണ്ട് ഇഫക്ട്സ്, വീഡിയോസ് എല്ലാം നമുക്ക് ഈ കണ്ടന്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതാണ് മൾട്ടിമീഡിയ യൂസ്. പിന്നെ ഡേറ്റ ഡെൻസിറ്റി. ഡേറ്റ ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി അത്ര വേണ്ടി വരുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഇൻക്രീസിങ് പോർട്ടബിലിറ്റി നമുക്കത് വളരെയധികം എൻഷുർ ചെയ്യാം. എന്താണ് ഇൻക്രീസിങ് പോർട്ടബിലിറ്റി? അതായത് ഇപ്പം നമ്മളൊരു ഈ കണ്ടന്റ് അതിലുള്ള ഡേറ്റാസ്
ആ ഡേറ്റാസ് നമുക്ക് എന്താണ് ഈസി ആയിട്ട്, ഇപ്പൊ സപ്പോസ് നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. എന്നാൽ അത് എന്താണ് ഇപ്പൊ വെബിൽ കാണുമ്പോൾ അത്രയും സ്പേസും അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അതാണ് ഡേറ്റ ഡെൻസിറ്റി. നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കാനൊക്കെയുള്ള അപ്പോർട്ടബിലിറ്റി അത് വളരെ കൂടുതലാണ്. പിന്നെ സെർച്ചിങ്, അതായത് നമുക്ക് ആ ഒരു കണ്ടന്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ചില പർട്ടിക്കുലർ ആസ്പെക്ട്സ് സെർച്ച് ചെയ്ത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി അവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഈ കണ്ടന്റിന്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ കണ്ടന്റിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഓൺലൈൻ ലൈബ്രറീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ഓൺലൈൻ ലൈബ്രറീസ്? നമുക്ക് ഓൺലൈൻ ലൈബ്രറീസിനെ ഇൻഫർമേഷൻ റിട്രീവൽ സിസ്റ്റം എന്നും കൂടി പറയാം. അതായത് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്തെടുക്കുക, അല്ലെ, തിരിച്ച് എടുക്കുക. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഓൺലൈൻ ലൈബ്രറീസ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയാം. ഒരുപാട് പേരുണ്ട്. ഇലക്ട്രോണിക് ലൈബ്രറീസ്, വിർച്വൽ ലൈബ്രറീസ്, ലൈബ്രറീസ് വിത്തൗട്ട് വാൾസ്, ഹൈബ്രിഡ് ലൈബ്രറീസ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇതെല്ലാം എന്താണ് ഓൺലൈൻ ലൈബ്രറീസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഡിജിറ്റൽ ലൈബ്രറിക്ക് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, എങ്കിലും ഒന്ന് രണ്ട് ഓതേഴ്സ് ഒക്കെ അതിനെക്കുറിച്ച് ഒരു ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഓതേഴ്സിനെയും നമുക്ക് പഠിക്കില്ല. നമുക്കതിൽ ഈ സൺ മൈക്രോ സിസ്റ്റം അവരുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, അതെന്താന്നുള്ളത് നോക്കാം. ഓക്കെ, ഓക്കെ, നമ്മുടെ ഓൺലൈൻ ലൈബ്രറി അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈബ്രറിയുടെ ഒരു സൺ മൈക്രോ സിസ്റ്റത്തിന്റെ ഡെഫിനിഷനാണ് 2002 ഫോം ചെയ്തിട്ടുള്ളതാണ്. വേറെയും കുറെ ഡെഫിനിഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഏത് ഡെഫിനിഷൻസ് വേണമെങ്കിൽ എടുക്കാം. എന്താണ് ഡിജിറ്റൽ ലൈബ്രറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഇലക്ട്രോണിക് എക്സ്റ്റൻഷൻ ഓഫ് ഫങ്ഷൻസ് യൂസർ ടിപ്പിക്കലി പെർഫോം ആൻഡ് ദ റിസോഴ്സസ് ദേ ആക്സസ് ഇൻ എ ട്രഡീഷണൽ ലൈബ്രറി. അതായത് ഓരോ യൂസേഴ്സും അവർ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ ഒരു ഇലക്ട്രോണിക് എക്സ്റ്റൻഷൻ ആണ് ഡിജിറ്റൽ ലൈബ്രറി. അത് ഒരു റിസോഴ്സ് ആയിട്ട് നമ്മുടെ ട്രഡീഷണൽ ലൈബ്രറിയിൽ നിന്ന് എങ്ങനെ ആക്സസ് ചെയ്യുന്നുവോ അതുപോലെ ആക്സസ് ചെയ്യാം. അതാണ് ഇവിടെ ഓൺലൈൻ ലൈബ്രറിയുടെ ഒരു ഡെഫിനേഷൻ പറയുന്നത്. ദ ഇലക്ട്രോണിക് എക്സ്റ്റൻഷൻ ഓഫ് ഫങ്ഷൻസ് യൂസർ ടിപ്പിക്കലി പെർഫോം ആൻഡ് ദ റിസോഴ്സസ് ദേ ആക്സസ് ഇൻ എ ട്രഡീഷണൽ ലൈബ്രറി. ഓക്കെ, ദറ്റ് മീൻസ് ചില ഫങ്ഷൻസ് യൂസേഴ്സ് ടിപ്പിക്കലി പെർഫോം ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇലക്ട്രോണിക് എക്സ്റ്റൻഷൻ ആണ്. ഇപ്പം ഞാനൊരു എഞ്ചിനീയർ ആണ്, ഫോർ എക്സാമ്പിൾ. ഞാൻ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് അത് ഞാൻ ഡിജിറ്റൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ പബ്ലിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് മറ്റുള്ളവർക്ക് പലർക്കും അത് റിസോഴ്സ് ആയിട്ട് അവർ നമ്മുടെ ട്രഡീഷണൽ ലൈബ്രറിയിൽ എങ്ങനെയാണോ റെഫർ ചെയ്യുന്നത് അതുപോലെ റെഫർ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡിജിറ്റൽ ലൈബ്രറി അല്ലെങ്കിൽ ഓൺലൈൻ ലൈബ്രറി. ഒരു ഡെഫിനേഷൻ ചോദിച്ചാലൊക്കെ ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ ഓൺലൈൻ ലൈബ്രറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതും എപ്പോഴും എക്സാമിന് 4 മാർക്സിനൊക്കെ ചോദിക്കാവുന്നതാണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഓൺലൈൻ ലൈബ്രറി? ഇപ്പം സാധാരണ നമ്മളുടെ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷണൽ ലൈബ്രറിയിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ കളക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് ഡിസിമിനേറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ റിസോഴ്സസ്. ഇൻഫർമേഷൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ലൈബ്രറിയിലെ ബുക്സ് തന്നെയാണ്. ആ ബുക്സ് കളക്ട് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് ഡിസിമിനേറ്റ് ചെയ്യുക, അത് വിതരണം ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുക. ട്രഡീഷണലി എ ലൈബ്രറി ഈസ് എ പ്ലേസ് ഇൻ വിച്ച് ബുക്സ്, മാനുസ്ക്രിപ്റ്റ്സ്, ബുക്കുകൾ, പല രീതിയിലുള്ള ബുക്സ്, കയ്യെഴുത്ത് പ്രതികൾ, അതിനെയാണ് നമ്മൾ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്, മ്യൂസിക്കൽ സ്കോർസ്, അതർ ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് മെറ്റീരിയൽസ് ആർ കെപ്റ്റ് ഇൻ യൂസ് ബട്ട് നോട്ട് ഫോർ സെയിൽ. അവിടെ സെയിൽ നടത്തുന്നില്ല, എപ്പോഴും യൂസിന് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി അവിടെ കളക്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ഇത് കളക്ഷൻ ആൻഡ് കസ്റ്റഡിയാണ്. ഇത് കളക്ട് ചെയ്ത് വെക്കുക, അത് ലൈബ്രറിന്റെ കസ്റ്റഡിയിൽ വെക്കുക, അത് മറ്റുള്ളവർക്ക് ജസ്റ്റ് യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ, സെയിൽ നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ട്രഡീഷണൽ ലൈബ്രറി പോലെ തന്നെയാണ് ഓൺലൈൻ ലൈബ്രറിയിലും. നമുക്ക് ജസ്റ്റ് റെഫർ ചെയ്യാം, അവിടെ സെയിലില്ല. ഓക്കെ,
സോ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ രീതിയിൽ ഓൺലൈൻ ലൈബ്രറി വരുന്നത്? ആദ്യം കളക്ഷൻ ഓഫ് ടെക്നോളജി. ഇപ്പൊ നമ്മൾ കളക്ഷൻ ഓഫ് ബുക്ക് പോലെ ഈ ലൈബ്രറിയിൽ എന്താണുള്ളത്? കളക്ഷൻ ഓഫ് ടെക്നോളജിയാണ്. അതായത് ഡിജിറ്റൽ കമ്പ്യൂട്ടിംഗ്, സ്റ്റോറേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മെഷീനറി ടുഗദർ വിത്ത് കണ്ടന്റ് ആൻഡ് സോഫ്റ്റ്വെയർ needed to reproduce, imitate and extend the service provided by the conventional libraries. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരുപാട് സോഫ്റ്റ് കോപ്പീസ് ആണ് ഈ ലൈബ്രറിയിൽ, ഈ ഡിജിറ്റൽ ലൈബ്രറിയിൽ കിട്ടുക. അപ്പോൾ ആ ലൈബ്രറിയിൽ കിട്ടുന്ന സോഫ്റ്റ് കോപ്പീസിലുള്ള ഇൻഫർമേഷൻസ് എടുത്തിട്ട് നമുക്ക് അത് വെച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാം, ഇമിറ്റേറ്റ് ചെയ്യാം, ഇനി വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് അതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് കളക്ഷൻ ഓഫ് ടെക്നോളജി. ഇനി സെക്കൻഡ് വൺ, സെർച്ചിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് മെറ്റീരിയൽസ്. അതായത് നമുക്ക് ഈ ലൈബ്രറിയിൽ നിന്ന് ഇൻഫർമേഷൻസ് അക്വയർ ചെയ്യാം, സ്റ്റോർ ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം, സെർച്ച് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ എല്ലാ രീതിയിലും ഒരു യൂട്ടിലൈസേഷൻ നമ്മുടെ ആ ഇൻഫർമേഷൻസിന് ഈ ഡിജിറ്റൽ ലൈബ്രറിയിൽ സാധ്യമാണ്. ഓക്കെ, ഓക്കെ. നമ്മളുടെ ഈ ഒരു ഡിജിറ്റൽ ലൈബ്രറിയിൽ നമുക്ക് സെർച്ചിങ് മാത്രമല്ല, നമുക്ക് ബ്രൗസ് ചെയ്തിട്ട് അവരുടെ ഇൻഫർമേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസും അതിലുണ്ട്. ഓക്കെ, പിന്നെ ശരിക്കും ഈ ലൈബ്രറി ശരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ വളരെ ലോ സ്പേസ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് സെർച്ച് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഓൺലൈൻ ലൈബ്രറിയുടെ ഇത് പറഞ്ഞത്. ഇനി നമ്മുടെ ഓൺലൈൻ ലൈബ്രറിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അല്ല, ആദ്യം ദർ ഇസ് നോ ഫിസിക്കൽ ബൗണ്ടറി. നമുക്ക് ഓൺലൈൻ ലൈബ്രറിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ ബൗണ്ടറി ഇല്ല. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേൾഡ് വൈഡ് എവിടെയുള്ള ഇൻഫർമേഷൻസും അതിൽ നിന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാം. പിന്നെ റൗണ്ട് ദ ക്ലോക്ക് അവൈലബിലിറ്റി, ഏത് സമയത്തും 24 മണിക്കൂറും നമുക്ക് ഈ ലൈബ്രറി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മൾട്ടിപ്പിൾ ആക്സസ്, ഒരേ സമയത്ത് തന്നെ സെയിം സോഴ്സിൽ നിന്നും പല കാര്യങ്ങളും ആക്സസ് ചെയ്യാം. പിന്നെ സ്ട്രക്ചേർഡ് അപ്രോച്ച്, അതായത് ശരിക്കും നമുക്ക് ഒരു സ്ട്രക്ചേർഡ് മാനറിലാണ് നമുക്കിതിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുക. ലൈക്ക് ഇപ്പം നമ്മളൊരു കാറ്റലോഗ് എടുത്തു, ആ കാറ്റലോഗിൽ ഒരു പർട്ടിക്കുലർ ബുക്ക് നോക്കി, ആ ബുക്കിൽ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ നോക്കി, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ആ ലൈബ്രറിയിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഓൺലൈൻ ലൈബ്രറിയുടെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഓക്കെ, ഓക്കെ. നമ്മളുടെ ഇനി നെക്സ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ഓഫ് ഡിജിറ്റൽ ലൈബ്രറി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ റിട്രീവൽ ആണ്. ദറ്റ് ഈസ്, നമുക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വേർഡ് ഉപയോഗിച്ചോ ഫ്രേസ് ഉപയോഗിച്ചോ അതുപോലെ തന്നെ ടൈറ്റിലോ നെയിമോ സബ്ജക്റ്റൊക്കെ കൊടുത്തിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യാം. അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. പിന്നെ സ്പേസ് എന്ന് പറയുമ്പം നമുക്ക് എത്ര സ്റ്റോറേജ് സ്പേസ് വേണമെങ്കിലും ഡിജിറ്റൽ ലൈബ്രറിയിൽ ഓക്യുപ്പൈ ചെയ്യാം. ട്രഡീഷണൽ ആണെങ്കിൽ നമുക്ക് ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ. ഫിസിക്കൽ സ്പേസ് ലിമിറ്റഡ് ആണ്. ലിങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഒരു ഡിജിറ്റൽ ലൈബ്രറി ഇപ്പോൾ ഒരു റിസോഴ്സിൽ തന്നെ പല ലിങ്ക് നമുക്ക് കൊടുത്തുകൊണ്ട് പല ഡിഫറെൻറ്റ് റിസോഴ്സുകളും തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കോസ്റ്റ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡിജിറ്റൽ ലൈബ്രറിയുടെ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ലോവറാണ്. കാരണം ട്രഡീഷണൽ ആയിട്ടുള്ള ലൈബ്രറിയിൽ അതിന് സ്റ്റാഫ് വേണം, മെയിൻറ്റെയിൻ ചെയ്യണം, ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികളുള്ളതുകൊണ്ട് ട്രഡീഷണൽ ലൈബ്രറി കുറച്ചുകൂടി കോസ്റ്റ്ലിയർ ആണ്. ഇനി എന്തൊക്കെയാണ് ഓൺലൈൻ ലൈബ്രറിയുടെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി അഫെയർ. ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഭയങ്കര കോസ്റ്റ്ലി അഫെയർ ആണ്. കാരണം ഒരുപാട് എക്സ്പേർട്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ഇ ബുക്സും ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെക്നോളജി
അത് ഔട്ട്ഡേറ്റഡ് ആയി കഴിയുമ്പോൾ അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. പിന്നെ എപ്പോഴും മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ആണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ പലപ്പോഴും ചില ഡേറ്റ ക്രിയേറ്റേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ് ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്നവരുടെ ഡോമിനൻസ് നമുക്ക് ഈ പറയുന്ന ഈ ലൈബ്രറിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മാൻ പവർ അഥവാ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം, യൂസേഴ്സിന് അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഇതിലൊക്കെ ഉപരി ഒരുപാട് ഹാക്കിംഗ് ആൻഡ് സബോട്ടേജ്, അതായത് അട്ടിമറിക്കാനുള്ള സാധ്യതകൾ ഇവിടെ വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി അടുത്ത കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. സോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ ആൻഡ് ഓൾ ഓഫ് യു ടേക്ക് കെയർ. ഓക്കെ, ബൈ.